എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വിവരങ്ങൾ. സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഏതൊരു ആസ്പിരന്റിന്റെയും സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് ഞങ്ങളുടെ ഷോർട്ട് ടൈം ഡിബേറ്റ് എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത് വരാനിരിക്കുന്ന റെയിൽവേ എക്സാമുകളെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ റെയിൽവേ എക്സാം നിരീക്ഷകൻ മിസ്റ്റർ ഗോകുൽ, റെയിൽവേ ജോബ് വിദഗ്ധൻ മിസ്റ്റർ അശ്വിൻ, റെയിൽവേ എക്സാം ആസ്പിരന്റ് മിസ് ആർദ്ര എന്നിവരാണ് നമ്മുടെ കൂടെയുള്ളത്. ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ റെയിൽവേ ജോബ് വിദഗ്ധൻ മിസ്റ്റർ അശ്വിൻ. അതെ ജയ്, റെയിൽവേ ഇനി മുതൽ എല്ലാ വർഷവും പരീക്ഷകൾ നടത്തുന്നുള്ളത് ഓൾറെഡി പ്രഖ്യാപിച്ച കാര്യമാണല്ലോ. ഇതിലൂടെ നമ്മുടെ റെയിൽവേ ഉദ്യോഗാർത്ഥികൾക്ക് ഒത്തിരി, അതായത് അനേകമായിരം തൊഴിലവസരങ്ങളാണ് അവർക്കായി തുറന്നിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ALP പരീക്ഷ, അതല്ലെങ്കിൽ ALP പോസ്റ്റ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗുഡ്സ് ഗാർഡ്, TTE, സ്റ്റേഷൻ മാസ്റ്റർ, ഇത്തരത്തിലുള്ള അനവധി ജോലികളാണ് അവർക്കായി കാത്തിരിക്കുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും വളരെയധികം സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. അതെ, നമ്മുടെ കൂടെ ഈ ഡിബേറ്റിലുള്ള റെയിൽവേ എക്സാം ആസ്പിരന്റ് ആർദ്രയുടെ സംശയങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഞാനൊരു BTech ഗ്രാജുവേറ്റ് ആണ്. ലോക്കോ പൈലറ്റ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഡൗട്ട് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? നമുക്കറിയുന്ന ഒരു കാര്യമാണ്, ALP പോസ്റ്റുകളിലേക്ക് പൊതുവെ മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നതും പരീക്ഷ ചെയ്യുന്നതും. ആ ഒരു ജോലിയുടെ നേച്ചർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പോസ്റ്റിലേക്ക് നമ്മുടെ ആർദ്രയെ പോലുള്ള ഒരാൾ കടന്നു വരുന്നത് അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്നത് വളരെ അപ്രീഷിയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്കത് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആർദ്രയെ ഈ ഒരു അവസരത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. താങ്ക് യു സാർ. അപ്പോൾ ഇനി എക്സാം ഡീറ്റെയിൽസ് സംബന്ധിച്ച കാര്യങ്ങൾ മിസ്റ്റർ ഗോകുലിനോട് നമുക്ക് ചോദിച്ചറിയാം. തീർച്ചയായും അജയ്, ആർദ്ര ചോദിച്ച പോലെ ലോക്കോ പൈലറ്റ് ആവാനുള്ള എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് RRBയുടെ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ എക്സാം എഴുതുക എന്നുള്ളതാണ്. ഒരു 30 വയസ്സിനുള്ളിലാണ് നിങ്ങളുടെ പ്രായം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാം. അതുപോലെ തന്നെ ITI ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എന്നുണ്ടെങ്കിലും ഈ എക്സാമിന് ക്വാളിഫൈഡ് ആണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരുന്നത് 2 സ്റ്റേജ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. അതിൽ CBT1, CBT2 എന്ന് പറയും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ CBT1 നമ്മൾ പഠിക്കേണ്ടി വരിക മാത്സ്, റീസണിങ്, GK, ജനറൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് പാസ്സായാൽ മാത്രമാണ് CBT2, അതായത് ടെക്നിക്കൽ സബ്ജക്റ്റുകൾ ഉൾപ്പെടുന്ന 2ാം ഘട്ട പരീക്ഷ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. അതായത് ക്വാളിഫൈ നേച്ചറാണ്, ക്വാളിഫൈ ആയാൽ മാത്രം മതി. CBT2വിൻ്റെ 2ാം ഘട്ട പരീക്ഷയുടെ മാർക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ ബാക്കിയുള്ള പ്രോസസ്സസ് എന്ന് പറയുന്നത്. സാർ, ഒരു കാര്യം കൂടെ, ഈ CBT1 എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അതെ, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. മിനിമം ഒരു 300 മണിക്കൂറെങ്കിലും സിലബസിന് മാത്രമായിട്ട് നമ്മൾ മാറ്റി വെച്ചാലാണ് ഈ ഒരു എക്സാമിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഡെയിലി ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ പഠിക്കാൻ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ടൈം ഇതിന് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. മാത്രമല്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അത്രയും ക്ലാരിറ്റി വരുത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഒരു പ്രിപ്പറേഷൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മിസ്റ്റർ ഗൂഗിൾ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ALP എക്സാമിൻ്റെ CBT1 ക്രാക്ക് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷനായിട്ട് താങ്കൾക്ക് എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത്? അതുകൂടി ഈ ഒരു ചർച്ചയിൽ പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ അജയ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഗൈഡൻസോട് കൂടെ തന്നെ പഠിക്കണം. ഈ വരുന്ന ഏപ്രിൽ മാസം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള CBT1ന്റെ ബാച്ച് സൈലത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അക്കാദമിക് പ്ലാൻ, അതായത് സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു അക്കാദമിക് പ്ലാൻ ഉൾപ്പെടുന്നതാണ് ഇവരുടെ ബാച്ച് എന്ന് പറയുന്നത്. ഇതിൽ ഈ എക്സാമിന് വേണ്ട പ്രാക്ടീസ് സെറ്റുകളും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി പൂളാണ് ഇവരുടെ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് പരീക്ഷാ തീയതി അടുത്ത് വരുമ്പോൾ ഈ പരീക്ഷകളെ കുറിച്ച് അറിഞ്ഞുകൊണ്ടുള്ള ഈ ഒരു പഠനം എന്ന് പറയുന്നത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, കൃത്യമായ സൊല്യൂഷൻ പറഞ്ഞു തന്നതിൽ നന്ദി അറിയിക്കുകയാണ് മിസ്റ്റർ ഗോകുൽ. അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞതിനാൽ ഡിബേറ്റ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അജയ്, ഒരു 16 സെക്കൻഡ് പെട്ടെന്ന് മാത്രം മതി. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ഈ വരുന്ന ഏപ്രിൽ 13 മുതൽ 17 വരെ സൈലം SSC RRBയിലെ എല്ലാ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്കും ഈ വിഷു പ്രമാണിച്ച് ഒരു 10% ഡിസ്കൗണ്ട് ഉണ്ട്. അതിന്റെ കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് വിഷു 10 എന്നുള്ളതാണ്. ഈ കൂപ്പൺ കോഡ് വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഈ വിഷുക്കാലം നിങ്ങളുടെ കരിയറിലെ നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി മിസ്റ്റർ ഗോകുൽ. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഏതൊരു ആസ്പിരന്റും ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷോർട്ട് ടൈം ഡിബേറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.